ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ തൊടിയിൽ നിറച്ചോരോ തൈകളൊക്കെ വെച്ചതാണല്ലോ. അപ്പോൾ അവർ കുറച്ച് മണ്ണൊക്കെ ഒരു ഭാഗത്തു നിന്ന് കൊണ്ടുപോയി ഇടുന്നുണ്ട്. അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുറ്റം ശരിയാക്കുക തന്നെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ണൊക്കെ ഓരോ ഭാഗത്തേക്കും കൊണ്ടുപോയി നിരത്തി കൊടുക്കുന്നുണ്ട്. മുറ്റത്ത് കുറച്ചധികം മണ്ണുണ്ടായിരുന്നു. അതൊക്കെ ഒരേ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂര്യപ്രകാശം ഫുള്ളും വരാൻ തുടങ്ങി കേട്ടോ. ഇവിടെ കൂടുതൽ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നന്നായി വെയിൽ വരാൻ തുടങ്ങി. മരങ്ങളൊക്കെ പോയാൽ പിന്നെ നമുക്ക് നന്നായി ചൂടും ഉണ്ടാവും. ഇനി മുറ്റമൊക്കെ ശരിയാക്കിയതിന് ശേഷം നമുക്ക് നല്ല തൈകൾ വെച്ച് പിടിപ്പിക്കണം. അതിനുശേഷം കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ചായ മനസ്സാറിന ചീരയാണ് നമ്മൾ എടുക്കുന്നത്. നല്ല ഹെൽത്തി ആയ ചീരയും കൂടിയാണ്. പെട്ടെന്ന് കറിയും അതുപോലെ കുറച്ച് അവിയലുണ്ടാക്കുന്നുണ്ട്. അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. കുറച്ചധികം ചീര കിട്ടിയിട്ടുണ്ട്. നല്ല തളിരിലയാണ്. കുറച്ച് മുമ്പ് നമ്മളെല്ലാം വെട്ടി ശരിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ മഴ നന്നായി കിട്ടിയത് കാരണം നന്നായി എന്താ പറയുക, നല്ല തിക്കോടുകൂടെ തന്നെ നമ്മളെ ചീര വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെറിയ ഇതായി ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. കുറച്ച് പരിപ്പും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തൈരും തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചതച്ചിടുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊന്ന് അരവ് കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയില്ല നമ്മളെ അവിയൽ ശരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചീരക്കറിയും ശരിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് കഷ്ണമീൻ മസാല ആക്കി വെച്ചിരുന്നു. അതുകൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഒരു ചട്ടി അടുപ്പത്തി വെച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അടി പിടിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും അവർക്കൊരു ലൈക്ക് കൊടുക്കാനൊക്കെ ഉള്ളൊരു ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്. അങ്ങനെ മീനൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അടി പിടിക്കാതെ തന്നെ നമുക്ക് മറിച്ചിടാനൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില നന്നായി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും മണവും പിന്നെ പച്ചമണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്.
കുറച്ച് പാത്രങ്ങൾ വാങ്ങണം. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് പുസ്തകം, പെൻസിൽ ഒക്കെ ഒന്ന് വെറുതെ അവർ കളിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത്, ഇപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ കുറച്ച് നേരം കളിക്കുമ്പോൾ അപ്പോൾ ബോറടിക്കും, അപ്പോൾ ചിത്രം വരയണം, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ. അപ്പോൾ അവരും ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്ലേറ്റ് എടുക്കുകയാണ്. നല്ല വില കൂടിയ പ്ലേറ്റുകളാണ് കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പാത്രം അതും കൂടെ എടുത്തിട്ടുണ്ട്. ചെർപ്പശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കടയാണിത്. അപ്പോൾ കുട്ടികളൊക്കെ ഓരോ സാധനം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനമൊക്കെ അവർക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ചെടികളൊക്കെ ഉണ്ട്. ചെടികളെ വരുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്ലാസ്റ്റിക്കാണെന്നൊന്നും ഒരിക്കലും തോന്നില്ല, അത്രയും ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. നമുക്ക് ഉപ്പും പുളി ഇതൊക്കെ ഇട്ടേക്കാൻ പറ്റിയ ചെറിയ ഭരണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയുടെ ഒരു കോണിൽ ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മൾക്കൊന്ന് കളർഫുള്ളായിട്ട് തോന്നൂല്ലേ. അടിപൊളിയായിട്ടുള്ളൊരു ഭരണിയാണ്. കുറച്ച് മുന്നേ ഒരു ചെറിയൊരു ഭരണി വാങ്ങിയിരുന്നു ഉപ്പിടാൻ. അപ്പോൾ ഇത് പുളിയും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.